ചാനൽ. സോ ഞാനിന്നിവിടെ ഒരു ക്രോസ്റ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും പിന്നെ സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസിനെ കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ക്രോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രോസ്റ്റിംഗ് നല്ലൊരു സ്ട്രെസ് റിലീഫ് ഹോബിയാണ്, നല്ലൊരു ആക്ടിവിറ്റിയാണ്. ബിക്കോസ് നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. എന്നെ പേഴ്സണലി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഹൈലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹോബി, ഈ ഒരു ആക്ടിവിറ്റി റെക്കമെൻഡ് ചെയ്യും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അറിയുക ലൈക്ക് ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്നുള്ളത്. സോ അധികം ഞാൻ വെച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ക്രോഷറ്റിങ്ങിനായിട്ട് വേണ്ടത് യാണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പല കളേഴ്സിലും പല തിക്നെസ്സിലും പല ടെക്സ്ചറിലും യാൺ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് ബൾക്കി യാണാണ്. ഇത് കൂടുതൽ നമ്മൾ ആമിഗുരമി ഡോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആക്രിലിക് യാൺ. ഇത് ലൂസായിട്ട് മേടിച്ച് ഞാൻ തന്നെ റോൾ ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ വരുന്നത് പ്യോർ കോട്ടൺ യാണാണിത്. ഇത് കുറച്ച് തിക്നെസ് കൂടിയതാണ്. ചില യാണിൽ നമുക്ക് ഇവിടെ ഏത് സൈസ് നീഡിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്യും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 8 mm നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോപ്പുകളിൽ നല്ല ഷെയ്ഡ്സിൽ യാണുകൾ ലഭ്യമാണ്. സോ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും ഷോപ്പിൽ പോകുമ്പോൾ ഏത് കളർ എടുക്കേണ്ടതെന്നുള്ളത്. വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള യാണുകളാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് നീഡിലാണ്. സോ നീഡിൽ ഷോപ്പുകളിൽ പോകുമ്പോൾ പല സൈസസിൽ അവൈലബിൾ ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന യാണിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് എം ഡിസൈഡ് ചെയ്യാം. സോ ഇതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ തിക്നെസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 9 mm എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു നീഡിലിനെക്കാട്ടി, അതായത് വുഡൻ നീഡിലിനെക്കാട്ടിയും കൂടുതൽ ബെറ്റർ ഈ ടൈപ്പ് ഗ്രിപ്പുള്ള നീഡിൽ യൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഇതിൻ്റെ ടിപ്പ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ ക്രോഷറ്റിംഗ് ചെയ്യാൻ നേരത്ത് ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ബിഗിനേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഈ ടൈപ്പ് നീഡിലാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് മെഷറിംഗ് ടേപ്പാണ്. ആൻഡ് ദെൻ സിസർ, പിന്നെ നീഡിൽ നമ്മൾ കൂടുതലും വീവ് ചെയ്യാനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടത് സ്റ്റിച്ച് മാർക്കേഴ്സാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്റ്റിച്ചസിലോട്ട് കിടക്കാം. സോ ക്രോഷറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐദർ സ്ലിപ്പ് നോട്ട് അല്ലെങ്കിൽ മാജിക് റിംഗ് ആണ്. സോ ഈ രണ്ടും ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഞാൻ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം എളുപ്പത്തിൽ ഞാൻ എൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതാണ് സ്ലിപ്പ് നോട്ട്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോഴത്തേക്ക് അത് അഴിഞ്ഞ് വരണം. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ഒരു സ്ലിപ്പ് നോട്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോ അതായത് നമ്മുടെ യാണിങ്ങനെ 2 വട്ടം റാപ്പ് ചെയ്തിട്ട് കണ്ടോ, 2 പാർട്ടുണ്ട് ഇവിടെ. ആദ്യത്തെ പാർട്ട് നമ്മളിങ്ങനെ ഒന്ന് പുള്ള് ചെയ്തിട്ട് അതിൻ്റെ അടിയിലൂടെ രണ്ടാമത്തെ ബാക്കിലുള്ള യാണിനെ നമ്മളിങ്ങനെ വലിച്ചെടുക്കും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. സോ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നീഡിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് സ്റ്റിച്ചിങ്ങിനെ തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു രീതിയിലാണ്. സോ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത്. കണ്ടോ, ഇനി അടുത്തത് മാജിക് റിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതും സെയിം മെത്തേഡ് തന്നെ. നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത പോലെ തന്നെയാണ് മാജിക് റിംഗും ചെയ്യുന്നത്. ആദ്യം സ്ലിപ്പ് നോട്ടിന് നമ്മൾ ഒറ്റൊരു ഫിംഗറാണ് യൂസ് ചെയ്തത്. പക്ഷേ മാജിക് റിംഗിന് നമ്മൾ 2 ഫിംഗർ യൂസ് ചെയ്യും. സെയിം രീതിയിൽ നമ്മൾ റാപ്പ് ചെയ്തെടുക്കും. സോ നിങ്ങൾക്ക് മേളിൽ കൂടെ നോക്കുമ്പോൾ 2 പാരലൽ റോ ആയിട്ടും അടിയിൽ ഒരു ക്രോസ് ആയിട്ടാണ് വരുന്നത്. സോ എന്നിട്ട് നമ്മുടെ നീഡിൽ വെച്ചിട്ട് ഇതേപോലെ അടി കൂടെ ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ പുള്ള് ചെയ്തെടുക്കും ബാക്കിലത്തെ യാണ്. സോ ഇതാണ് നമ്മുടെ മാജിക് റിംഗ്. കണ്ടോ, ഇനി ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ബേസ് സ്റ്റിച്ചാണ്. അതാണ് ചെയിൻ സ്റ്റിച്ച്.
സോ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ആക്കും. അതിന് മുമ്പായിട്ട് നീഡിൽ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം പലരും പല രീതിയിലാണ് നീഡിൽ ഹോൾഡ് ചെയ്യുന്നത്. സോ ചിലർ പെന്നിൻ്റെ രീതിയിൽ ഇതുപോലെ ഹോൾഡ് ചെയ്യും. പക്ഷേ ഞാൻ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ നൈഫിൻ്റെ രീതിയിൽ ഹോൾഡ് ചെയ്യും. നമ്മൾ കത്തി ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇനി ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ആക്കിയിട്ട് നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈഫ് ഹോൾഡ് ചെയ്യുന്ന പോലെയാണ് ഞാൻ നീഡിലും ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലെങ്തി ആയിട്ടുള്ള യാണിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. പിന്നെ 2 ഫിംഗർ വെച്ചിട്ട് നമ്മുടെ ടിപ്പ് ഇതുപോലെ ഹോൾഡ് ചെയ്യും. കണ്ട ഈ ഒരു രീതിയിലാണ് ഞാൻ യാൺ ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിലോട്ട് കിടക്കാം. സോ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നീഡിലൊന്ന് ഇത്തിരി പുഷ് ചെയ്തിട്ട് നമ്മുടെ യാൺ ആ ടിപ്പ്, അതായത് ആ വളഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷനിലോട്ട് ഒന്ന് മുട്ടിച്ചിട്ട് നമ്മുടെ നീഡിൽ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചിട്ട് പയ്യെ ആ യാണിനെ നമ്മുടെ ഫസ്റ്റ് ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്നുകൂടെ കാണിക്കാം. നീഡിൽ ഇതുപോലെ പുള്ള് ചെയ്തിട്ട് യാൺ അതിൻ്റെ ടിപ്പിലൊന്ന് മുട്ടിച്ച് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് യാണിനെ ആ സെക്കൻഡ് ലൂപ്പിലൂടെ പുള്ള് ചെയ്തെടുക്കുക. ഇത് കണ്ടോ? ഇത് പ്രാക്ടീസ് ചെയ്യുന്തോറും ആ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. കാരണം ഇതിന് ഒരുപാട് പ്രാക്ടീസ് വേണം. ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്ത് കാണിക്കാം. ഇതുപോലെയാണ് ചെയിൻ സ്റ്റിച്ച്. സോ ഈ കാണുന്നത് ഓരോ ലൂപ്പുകളാണ്. സോ നിങ്ങൾ ആദ്യം ഇനീഷ്യലി തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെയൊക്കെ കുറച്ച് ടൈറ്റായിട്ടും ചിലതൊക്കെ കുറച്ച് ലൂസായിട്ടൊക്കെ ആയിപ്പോവാം. സോ അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഒരുപാട് പ്രാക്ടീസ് വേണം ഇത് ഇത്ര പെർഫെക്റ്റായിട്ട് വരണമെങ്കിൽ. അപ്പം സമയമെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടും അല്ല. പ്രാക്ടീസ് ചെയ്യുന്തോറും വളരെ പെർഫെക്റ്റായിട്ട് വരും. സോ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ. നിങ്ങൾക്ക് ഇവിടെ കാണാം സിംഗിൾ ക്രോഷയുടെ പാറ്റേൺ ഇതുപോലെ ഇരിക്കും. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. സോ ഇതിൻ്റെ ബേസിൽ കണ്ടോ, നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ് ചെയ്യാനായിട്ട് നമ്മുടെ യാൺ എടുത്തു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് നോട്ടാണ്. നമ്മുടെ നീഡിൽ ടൈറ്റൻ ചെയ്തതിന് ശേഷം നമ്മൾ യാൺ ഹോൾഡ് ചെയ്യും. ഇനി എനിക്ക് 10 സിംഗിൾ ക്രോഷേ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11. ഇത് കണ്ടോ? സോ ഇത് ഓരോ ചെയിനാണ്. ഈ കാണുന്നത് ഓരോ ചെയിൻ അല്ലെങ്കിൽ ലൂപ്പാണ്. ഇനി നമ്മൾ സിംഗിൾ ക്രോഷയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോൾ ചെയ്താലും, അതായത് ഇപ്പോൾ ഒരു ഈവൻ നമ്പറാണ് വേണ്ടെങ്കിൽ, ഇപ്പോൾ 10 സിംഗിൾ ക്രോഷയാണ് എനിക്ക് വേണ്ടത്, അപ്പോൾ ഒരു ചെയിൻ നമ്മൾ എക്സ്ട്രാ ഇടും. അതാണ് 11th ചെയിൻ. സോ ഈ ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഈ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ചെയിനിലൂടെയാണ് സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതുവഴി നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ പുള്ള് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് കിട്ടും. ഈ 2 എണ്ണത്തിലൂടെ നമ്മൾ വീണ്ടും യാണിങ്ങനെ പാസ് ചെയ്തെടുക്കും. ഇതുപോലെ. സോ ഇതാണ് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. സിമിലർ വേ നമ്മൾ വീണ്ടും അടുത്ത ചെയിനിലോട്ട് അല്ലെങ്കിൽ ലൂപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട്, സോ നമ്മുടെ ഈ വിരൽ വെച്ച് നമുക്ക് സപ്പോർട്ട് കിട്ടും.
ഇതുപോലെ പുള്ള് ചെയ്തെടുത്ത് കണ്ടോ അടുത്തയിലോട്ട്. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോവും. ഇതൊക്കെ കണ്ടോ. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ മേലിലും അടുത്ത ചെയിൻ ഫോം ആയിട്ടുണ്ട്. സോ ഞാനിതിവിടെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എപ്പോഴും നമ്മുടെ കൗണ്ട്, അതായത് നമ്മൾ എത്ര സ്റ്റിച്ച് ചെയ്തു എന്നുള്ളത് മനസ്സിൽ കണക്ക് വേണം. ബിക്കോസ് ഇപ്പം നമുക്കിത് ഇതിലൂടെ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയിൻ കാണാം. സോ 1 2 3 4 5 6 7 സിംഗിൾ ക്രോഷ്യ ഞാനിപ്പോൾ ചെയ്തു. ഇനി 3 കൂടെ ബാക്കി. 8 9 and the last one 10th. കണ്ടോ, ഇതാണ് സിംഗിൾ ക്രോഷ്യയുടെ പാറ്റേൺ. ഇനി നമ്മൾ അടുത്ത റോ കണ്ടിന്യൂ ചെയ്യുന്നത് എക്സ്ട്രാ ഒരു ചെയിൻ ഇട്ടിട്ടാണ്. ഇതുപോലെ ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ തിരിക്കും. തിരിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ചെയിൻ ക്ലിയർ ആയിട്ട് കാണാം. ഫസ്റ്റ് ചെയിൻ ഇതാണ്. സോ ഇതിലൂടെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ. സോ ഇവിടെയും 10 കൗണ്ട് വരും. സോ ഇങ്ങനെ നമ്മൾ സിഗ്സാക്ക് പോലെ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മളിങ്ങനെ ചെയ്ത് പോവും. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഫോമിൽ കിട്ടും. അതായത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ. അത് നമ്മുടെ കൗണ്ട് അനുസരിച്ചിട്ടിരിക്കും. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്കാർഫൊക്കെ ആക്കാം, കുറച്ചുകൂടെ വിട്ട് കൂട്ടിയിട്ട്. അതുപോലെ ഈ ഒരു സൈസിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ബാൻഡ് ആക്കി എടുക്കാം. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്കാണിത്. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷ്യ. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ ഈസിയാണ് കേട്ടോ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അഗൈൻ നിങ്ങൾ ഇവൻച്വലി അതിലോട്ടൊരു ആ ഒരു ഫ്ലോ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. അടുത്ത സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നിങ്ങൾക്കിവിടെ കാണാം കുറച്ച് എന്താ പറയുക ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ഒരു ടെക്സ്ചറിൽ. ഇതിപ്പോൾ ഞാൻ തിന്നായിട്ടുള്ള യാണും കുറച്ച് വലിയ സൈസുള്ള ഉള്ള നീഡിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ്. ബട്ട് അഗെയിൻ ഇത് കുറച്ച് ലെങ്ത്ത് കൂടിയ സ്റ്റിച്ചാണ്. സിംഗിൾ ക്രോഷ്യനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുകളയാം. സോ ഞാനിവിടെ ചെയിനൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ 8 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്യും. സോ ഡബിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ എപ്പോഴും 2 ചെയിൻ സ്കിപ്പ് ചെയ്യും. ഈ കാണുന്ന ഈ 2 ചെയിൻസ്. അത് കഴിഞ്ഞ് 3rd ചെയിനിലൂടെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ 3rd ചെയിനിൽ ഫസ്റ്റ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഒരു ചുറ്റും യാൺ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് നമ്മൾ 3rd ചെയിനിലോട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ മറ്റേ യാൺ ഇങ്ങനെ പുള്ള് ചെയ്തെടുത്ത്. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യയ്ക്ക് നമുക്ക് 2 ലൂപ്പാണ് വന്നത്.
സോ ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക് നമുക്ക് 3 എണ്ണം കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ക്ലിയർ ആയിട്ട്. ഇനി നമ്മൾ ഈ 3 എണ്ണത്തിലും കൂടെ ഒരുമിച്ച് ഈ യാണിങ്ങനെ പുൾ ചെയ്തെടുക്കും. ഇതുപോലെ ഞാനൊന്നുകൂടെ കാണിക്കാം. അടുത്ത ചെയിനിലോട്ട് ഒരു വട്ടം ഇതുപോലെ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്ത് ഇതുപോലെ പുൾ ചെയ്തെടുക്കും. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. അതിലൂടെ നമ്മൾ ഇതിങ്ങനെ പുൾ ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ ഒരു ചെയിൻ നിങ്ങൾക്ക് ഫോമായിട്ട് വരുന്നത് കാണാം. അതേപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ. സോ വീണ്ടും നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടോട്ടലായിട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് വരുന്നത്. സോ ഇപ്പോൾ ഓൾറെഡി 3 എണ്ണമായി. 4 5 6. അപ്പോൾ കണ്ടോ, ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നിങ്ങൾക്കിവിടെ 6 ചെയിൻ കാണാം. 1 2 3 4 5. ഇത് ലാസ്റ്റ് വൺ. സോ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷ്യ. അപ്പം കണ്ടോ, അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടിയും കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതാണ് ഡബിൾ ക്രോഷ്യ. സോ ഡബിൾ ക്രോഷ്യയുടെ ഹാഫാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. സോ അപ്പം അതനുസരിച്ച് അതിൻ്റെ ലെങ്ത്തും കൂടും. കണ്ടോ, അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി 8 ചെയിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 6 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സെയിം മെത്തേഡ് തന്നെയാണ്, ബട്ട് ചെറിയൊരു വ്യത്യാസം ഇതിൽ വരും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ 3rd ചെയിനിൽ, അതായത് 1 2 മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഇതുപോലെ എന്നിട്ട് യാൺ പുൾ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ പോലെ തന്നെ 3 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഈ 3 എണ്ണത്തിലൂടെയാണ് യാൺ പാസ് ചെയ്യുന്നത്. പക്ഷേ ഡബിൾ ക്രോഷ്യയിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിലൂടെ പാസ് ചെയ്യും ഇതുപോലെ. അപ്പോൾ നമുക്ക് വീണ്ടും 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ ആ 2 ലൂപ്പിലൂടെ പാസ് ചെയ്യും. സോ ഇതാണ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ സെക്കൻഡ് സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ 4th ചെയിനിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്തു. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടി. ആദ്യത്തെ 2 എണ്ണത്തിലൂടെ പാസ് ചെയ്യുക, പിന്നത്തെ 2 എണ്ണത്തിലൂടെ പാസ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ചെയ്ത് കാണിക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും നമ്മൾ അടുത്ത റോ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ 2 ചെയിൻ ഇടും. സോ നമ്മൾ സിംഗിൾ ക്രോഷ്യയ്ക്ക് ഒറ്റ ചെയിനാണ് എക്സ്ട്രാ ഇട്ടത്. പക്ഷെ ഡബിൾ ക്രോഷ്യയ്ക്കും ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്കും നമ്മൾ 2 ചെയിൻ ചെയ്തിട്ടാണ് അത് തിരിച്ചിട്ട് അടുത്ത റോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതുപോലെ കണ്ടോ. സോ ഇങ്ങനെ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പോവും. സോ ഫൈനലി നമ്മളിവിടെ 3 സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ കവർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് ഡബിൾ ക്രോഷ്യ.
ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു സ്പീഡും കണ്ടിന്യൂറ്റി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം വരുന്ന പല പല പാറ്റേൺസ് നമ്മൾ ഈ ബേസിക് സ്റ്റിച്ചസിലൂടെയാണ് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോയിലൂടെ ഞാൻ ഇതിൻ്റെ ഈ 3 സ്റ്റിച്ചസിൻ്റെയും പിന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെയും സ്ലിപ്പ് നോട്ടിൻ്റെയൊക്കെ അബ്രീവിയേഷനും സിംബോളിക് റെപ്രസെൻറ്റേഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മറ്റു ട്യൂട്ടോറിയലൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റനോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.